Hi everyone, good morning. Welcome back to our SS class. Last day we studied up to yours 14th page, isn't it? Okay, today we need to study atmospheric pressure and winds. Okay. What is atmospheric pressure and winds? Let's all of you listen to me. Like all things around us, air has weight. അല്ലേ നമ്മളുടെ ഓരോ ഐറ്റംസിനും ഈ ചോക്ക് പീസിനും അല്ലേ അല്ലെങ്കിൽ പഞ്ഞിക്കും അല്ലേ 1 കിലോ പഞ്ഞിയും 1 കിലോ പഞ്ചസാരയും 1 കിലോ തന്നെയാണ്, എല്ലാത്തിനും വെയിറ്റ് ഉണ്ട് അല്ലേ. സോ ലൈക്ക് ഓൾ തിങ്സ് അറൗണ്ട് അസ് എയർ ഹാസ് വെയിറ്റ്. നമ്മുടെ ചുറ്റുപാടുള്ള എയറിനുണ്ട് എന്ത് വെയിറ്റ്. ഓൾദോ എയർ വെയ്സ് വെരി ലിറ്റിൽ, എന്നാൽ എയറിൻ്റെ വെയിറ്റ് വളരെ ചെറുതാണ്. ദ വെയിറ്റ് ഓഫ് ഓൾ ദ എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹ്യൂജ് അല്ലേ. ദ വെയിറ്റ് ഓഫ് ഓൾ ദ എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹ്യൂജ്. എന്നാൽ എല്ലാ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് നോക്കിയാലോ വലുതാണ്. ദിസ് ഹ്യൂജ് വെയിറ്റ് പുഷസ് ഡൗൺ ദ എർത്ത് സർഫേസ്. ദിസ് ഹ്യൂജ് വെയിറ്റ് പുഷസ് ഡൗൺ ദ എർത്ത് സർഫേസ് ബട്ട് ഫോർമലി ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ എ ലാർജ് ഏരിയ അല്ലേ. എർത്തിന് ഒരുപാട് ഏരിയ ഉണ്ട്, ആ ലാർജ് ഏരിയയിലോട്ടാണിത് പുഷ് ചെയ്യുന്നത്. ദ വെയിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ പുഷിംഗ് ഡൗൺ ഓൺ എ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫേസ് ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതിനൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ: ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ പുഷിംഗ് ഡൗൺ ഓൺ എ യൂണിറ്റ് ഏരിയ ഓഫ് എർത്ത് സർഫേസ്. എർത്ത് സർഫേസിൻ്റെ ഒരു യൂണിറ്റ് ഏരിയയിലോട്ട് എയറിൻ്റെ വെയിറ്റിനെ പുഷ് ചെയ്യുന്നതിനെയാണ് ആ വെയിറ്റിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വി ക്യാൻ കോൾ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരോമീറ്റർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്ര വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചൂടുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എയർ മുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യും, അങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. എന്നാൽ തണുപ്പുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ എല്ലാം സിങ്ക് ചെയ്ത് നിൽക്കും, ഗ്യാസസ് എല്ലാം സിങ്ക് ചെയ്ത് നിൽക്കും. അവിടെ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇഫ് ദർ ഈസ് കൂൾ ദർ ഈസ് ഹൈ പ്രഷർ, ഇഫ് ദർ ഈസ് ഹോട്ട് ദർ ഈസ് low pressure. Is it clear? Okay, so we can find or we can measure the atmospheric pressure with the help of barometer. Okay, a simple barometer consisting of a long mercury filled glass tube inverted over a cup of mercury. The pressure of air on the mercury pushes up the mercury in the tube. Atmospheric pressure is measured in terms of height of mercury column. At a steel level, how we see the picture 2-4, അതായത് എയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫസ്റ്റ് ഡിവൈസാണ് ഫസ്റ്റ് പിക്ചർ. ഹൗ യു സീ ദർ, വാട്ട് ഈസ് ദർ? എ സിമ്പിൾ ബാരോമീറ്റർ. ഫസ്റ്റ് പിക്ചറാണ് സിമ്പിൾ ബാരോമീറ്റർ. ബാരോമീറ്ററിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിവൈസാണിത്. കൺസിസ്റ്റിംഗ് ഓഫ് ലോങ് മെർക്കുറി ഫീൽഡ് ഗ്ലാസ് ട്യൂബ് അല്ലേ. ഗ്ലാസ് ട്യൂബ്, ഒരു ലോങ് മെർക്കുറി ഫീൽഡ് ഗ്ലാസ് ട്യൂബ് യു ക്യാൻ സീ. ഇൻവെർട്ടർ ഓഫ് എ കപ്പ് ഓഫ് മെർക്കുറി, ഒരു കപ്പ് ഓഫ് മെർക്കുറിയുടെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്ന പോലെ. ആൻഡ് ദ പ്രഷർ ഓഫ് എയർ ഓഫ് മെർക്കുറി ഇൻ ദ പുഷസ് അപ്പ് ദ മെർക്കുറി ഇൻ ദ ട്യൂബ്. അതായത് എയറിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ അത് ആ മെർക്കുറിയിലോട്ട് വെയിറ്റ് കൊടുക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, മെർക്കുറി ആ ട്യൂബിലൂടെ മുകളിലോട്ട് പോകും. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? Atmospheric pressure is measured in the terms of height of mercury. മെർക്കുറി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണ്. മെർക്കുറി താഴ്ന്നു വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അറ്റ് ദ സീ ലെവൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് അബൌട്ട് 1 kg/square kilometer. ഓക്കെ, സീ ലെവലിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 kg/square centimeter ആണെന്നാണ് പറയപ്പെടുന്നത്. ദിസ് പ്രഷർ സപ്പോർട്ട്സ് എ കോളം ഓഫ് മെർക്കുറി 760 millimeter ഹൈ. ആ 1 kg/square centimeter എന്ന് പറഞ്ഞാൽ കടലിലുള്ള ആ പ്രഷർ സിമ്പിൾ ബാരോമീറ്ററിൽ എത്ര കാണിക്കും? 760 millimeter ഹൈയിൽ ആ മെർക്കുറി ഗ്ലാസ് ട്യൂബിൽ
represent ചെയ്യും. Okay, the atmosphere is densest near the earth's surface. As one climbs higher, മാത്രമല്ല അറ്റ്മോസ്ഫിയർ ഇസ് ഡെൻസസ്റ്റ് നിയർ ദ എർത്ത് സർഫേസ്. നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ ചുറ്റുഭാഗം അറ്റ്മോസ്ഫിയർ ഡെൻസസ്റ്റ് ആണ്, അതായത് എല്ലാ ഗ്യാസസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എർത്തിനോട് ചേർന്നിട്ടാണ്. എന്നാൽ എക്സേർട്ട് ലെസ്സർ പ്രഷർ ആസ് വൺ ക്ലൈംസ് ഹയർ, എന്നാൽ ഒരാൾ മുകളിലോട്ട് പോകുമ്പോൾ ദ എയർ ബിക്കംസ് ലെസ് ഡെൻസ്, എയറിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. ആസ് ആൻഡ് എക്സെർട്ട് ലെസ്സർ പ്രഷർ, അങ്ങനെ എന്ത് ചെയ്യും, ലെസ്സർ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ആവും. ദെർഫോർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് വി ക്യാൻ സേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും, കുറയുന്നു. കാരണം ഗ്രാവിറ്റേഷൻ ഓഫ് എർത്ത് കൊണ്ട് എല്ലാ ഗ്യാസസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എർത്തിൻ്റെ ചുറ്റുഭാഗമാണ്, ഡെൻസസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ. മുകളിലോട്ട് പോകുന്തോറും എയറിൻ്റെ അളവ് കുറയുന്നു, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ലോ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഒരാൾ മുകളിലോട്ട് പോകുന്നിടത്തോളം അവിടെ എന്ത് കുറയുന്നു, പ്രഷർ കുറയുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. എ സിമ്പിൾ മെർക്കുറി ബാരോമീറ്റർ ഈസ് ലാർജ് ആൻഡ് നോട്ട് വെരി പോർട്ടബിൾ. അല്ലേ, ഫസ്റ്റ് കണ്ട നമ്മൾ ഈ ഡിവൈസ് ലാർജാണ്, അത് കൊണ്ടു നടക്കാൻ പറ്റില്ല. സോ ദ അനിറോയിഡ് ബാരോമീറ്റർ ഈസ് മോർ കോമൺലി യൂസ്ഡ്. സെക്കൻഡ് പിക്ചർ ആയിട്ടുള്ള ബാരോമീറ്റർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ മെഷർ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇറ്റ് ഡസ് നോട്ട് യൂസ് എനി ലിക്വിഡ്. അല്ലെ, അനിറോയിഡ് ബാരോമീറ്ററിൽ ഒരു തരത്തിലുള്ള ലിക്വിഡും യൂസ് ചെയ്യുന്നില്ല. ഈ ഡിവൈസസ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഇസ് ദർ ഫോർ ഈസിയർ ടു ഹാൻഡിൽ. അനിറോയിഡ് ബാരോമീറ്ററിൽ ലിക്വിഡ് ഇല്ല, പോർട്ടബിൾ ആണ്, കൊണ്ടു നടക്കാം, ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. ദിസ് ടൈപ്പ് ഓഫ് ബാരോമീറ്റർ ഹാസ് എ പാർഷ്യലി ഇവാക്വേറ്റഡ് മെറ്റൽ ബോക്സ്. അല്ലേ, ഇവാക്വേറ്റഡ് ആയിട്ടുള്ളൊരു മെറ്റൽ ബോക്സ് ആണിത്. വിച്ച് എക്സ്പാൻഡ് വെൻ ദ പ്രഷർ ഈസ് ലോ ആൻഡ് ഇറ്റ് ഗെറ്റ്സ് കംപ്രസ്ഡ് വെൻ ദ പ്രഷർ ഈസ് ഹൈ. ഹൗ യു സീ, അതിലൊരു വട്ടം ഒരു കമ്പി കാണുന്നുണ്ട്. എയർ പ്രഷർ കൂടുമ്പോൾ അതെന്ത് ചെയ്യും, അടിക്ക് താവും. എന്നാൽ എയർ പ്രഷർ കുറയുമ്പോഴോ മുകളിലോട്ട് പൊങ്ങും. അങ്ങനെ താഴോട്ട് വരുമ്പോഴും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് മുകളിലൊരു സ്കെയിൽ കാണുന്നുണ്ട്, ഒരു നീഡിലും കാണുന്നത് സൂചി. അല്ലേ, താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അത് സൂചി കൂടുതൽ പ്രഷർ കാണിക്കും. മുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൂചി എന്ത് ചെയ്യും, കുറഞ്ഞ പ്രഷറും കാണിക്കും സ്കെയിലിൽ. ദാറ്റ് ഈസ് അനിറോയിഡ് ബാരോമീറ്റർ. This type of barometer has a particularly evacuated metal box which expands when the pressure is low and it gets compressed when the pressure is high. The box is connected to a pointer to move over a scale indicate the atmospheric pressure. അതിൻ്റെ വർക്കിംഗ് ഒന്നും ചോദിക്കില്ല, അതിൻ്റെ വിച്ച് നെയിംസും ആരാണ് ഫൈൻഡ് ചെയ്തതെന്നൊക്കെയുള്ള സംഭവങ്ങളാണ് ചോദിക്കുക കേട്ടോ. ദ നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി പെർമനൻറ്റ് പ്രഷർ ബെൽറ്റ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ചിരുന്നാൽ ഈസിയാണ് കേട്ടോ. ഓക്കെ. അറ്റ് എ പ്രഷർ വാരീസ് വിത്ത് ടെമ്പറേച്ചർ. എയർ വെൻ ഹീറ്റഡ് എക്സ്പാൻഡ് ആൻഡ് ബിക്കം ലെസ് ഡെൻസ്. ഹോട്ട് എയർ ബീങ് ലൈറ്റർ റൈസ് ഓർ ഫ്ലോസ് അപ്വേർഡ്. Hence, it exerts lesser pressure. On the other hand, air when cooled become dense and heavy. Cold air sinks or flows downward. Hence, it exerts more pressure. That means that is saying here, നേരത്തെ നമ്മൾ കണ്ടു എയർ പ്രഷർ വാരീസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എയർ പ്രഷർ കൂടും കുറയും. എയർ വെൻ ഹീറ്റഡ് നമ്മൾ കണ്ടു, ഒരു ഏരിയയിൽ എയർ ഹീറ്റ് ആയാൽ അത് എക്സ്പാൻഡ് വികസിക്കും, ലെസ് ഡെൻസ് ആവും. അല്ലേ, തിങ്ങി നിൽക്കുമ്പോഴാണ് പ്രഷർ കൂടുക, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താവും, ലെസ് ഡെൻസ് ആവും. സോ അവിടെ എന്താവും, ഹോട്ട് എയർ ബീങ് ലൈറ്റർ കനം കുറയുന്നു, റൈസ് ഓർ ഫ്ലോസ് അപ്വാർഡ് മുകളിലോട്ട് പൊങ്ങുന്നു. ഹെൻസ് ഇറ്റ് എക്സേർട്സ് ലെസ്സർ പ്രഷർ. അങ്ങനെ ആകുമ്പോൾ അവിടെ ലെസ്സർ പ്രഷറായിരിക്കും, കുറച്ച് പ്രഷറായിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് എയർ വെൻ കൂൾഡ്, എയർ കൂൾഡ് ആയാൽ ഇറ്റ് ബിക്കം ഡെൻസ്, നല്ലോണം കൂടി നിൽക്കും, ഡെൻസിറ്റി കൂടും, ആൻഡ് ഹെവി കനം കൂടും. കോൾഡ് എയർ സിങ്ക്, കോൾഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, താഴോട്ട് വരും. ഓർ ഫ്ലോസ് ഡൗൺവാർഡ്. ഹെൻസ് ഇറ്റ് എക്സേർട്ട് മോർ പ്രഷർ, അവിടെ ഹൈ പ്രഷറും അനുഭവപ്പെടും. എയർ ചൂടായാൽ അത് കനം കുറയും, എക്സ്പാൻഡ് ആവും, മുകളിലോട്ട് പൊങ്ങും, അവിടെ ഡെൻസിറ്റി കുറയും, ലെസ്സർ പ്രഷർ കുറച്ച് പ്രഷർ. എയർ തണുത്താലോ അത് കനം കൂടും, ഹെവി ആവും, താഴോട്ട് വരും, അവിടെ എന്ത് ചെയ്യും, ഹൈ പ്രഷർ. ഇസ് ഇറ്റ് ക്ലിയർ? ഇൻ ദ ഇക്വേറ്റോറിയൽ റീജിയൻസ്
especially between 5 degree north to 5 degree south latitudes. It is hot throughout the year. So the atmospheric pressure in this area is always low. This low pressure zone is called equatorial low pressure belt. All of you listen to me. Okay. Equator. ഇക്വേറ്ററിൻ്റെ തൊട്ട് മുകളിൽ 5 ഡിഗ്രി നോർത്ത് ടു 5 ഡിഗ്രി സൗത്ത് 0 ആണ് നോർത്തേൺ ഹെമിസ്ഫിയർ സൗത്തേൺ ഹെമിസ്ഫിയർ. ഇക്വേറ്റർ ഏരിയ വി ക്യാൻ സീ സണ്ണിൽ നിന്ന് റേസ് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന ഏരിയ ആണ് ഇക്വേറ്റർ റീജിയൻസ്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയറിലും അവിടെ ഹോട്ടാണ്. സോ ഇക്വേറ്ററിൽ നിന്ന് 5 ഡിഗ്രി നോർത്ത് തൊട്ട് 5 ഡിഗ്രി സൗത്ത് വരെയുള്ള ഈ ഏരിയ ത്രൂ ഔട്ട് ദ ഇയർ ദർ ഈസ് ഹോട്ട്. സോ ദിസ് ഇസ് എ ലോ പ്രഷർ ഏരിയ. ഹോട്ട് ആയതുകൊണ്ട് എന്താണ് അവിടെ എയർ എക്സ്പാൻഡ് ആവും, മുകളിലോട്ട് പോകും, ഡെൻസിറ്റി കുറയും, പ്രഷർ കുറയും. അതുകൊണ്ട് അവിടെ ലോ പ്രഷറാണ്. അപ്പോൾ ദിസ് ബെൽറ്റ് ഈസ് നോൺ ആസ് ഇക്വേറ്റോറിയൽ ലോ പ്രഷർ belt. Is it clear? Okay. Then next, solar radiation or isolation. Sorry. So it is called equatorial low pressure belt. Then in the polar region it is extremely cold throughout the year and the atmospheric pressure is always high. This region are called polar high pressure belt. Polar region we know that highest latitude ആണ് അല്ലേ? മാത്രമല്ല സൺലൈറ്റ് സ്ലാൻഡിങ് ലൈൻസ് ആയിട്ടാണ് ഇവിടെ എത്തുന്നത്. വളരെ കുറച്ച് മാത്രം ചൂട് സണ്ണിൽ നിന്ന് എത്തുന്നുള്ളൂ അല്ലേ? അതുകൊണ്ട് എപ്പോഴും അവിടെയുള്ള എയർ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, താഴെ തന്നെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വെയിറ്റ് കൂടും, അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടും. സോ ഇൻ ദ പോളാർ റീജിയൻ ഇറ്റ് എക്സ്ട്രീംലി കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഓൾവേസ് ഹൈ. ദിസ് റീജിയൻ ആർ കോൾഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് രണ്ടിടത്തുണ്ട് polar high pressure belt. Okay, then the hot air rising over the equatorial belt moves towards the poles. അല്ലേ? ഇക്വേറ്റർ ബെൽറ്റിൽ ഹോട്ട് എയർ ആണ്, അതെന്ത് ചെയ്യും, പോൾസിലോട്ട് നീങ്ങും, ഇവിടെ ഇങ്ങോട്ടും നീങ്ങും. ഓക്കെ, സോ ബൈ ദ ടൈം ദ എയർ സ്ട്രീംസ് റീച്ച് ദ ലാറ്റിറ്റ്യൂഡ് അറൌണ്ട് 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്. അല്ലേ? ഇവിടെ നിന്നും എയർ പോയിട്ട് ഏകദേശം ഒരു 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്തിലെത്തുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈക്വറ്റർ റീജിയൻസിൽ നിന്ന് പോകുന്ന എയർ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്തിൽ റീച്ച് ചെയ്യുന്നു. ദെൻ ദേ ബിക്കെയിം കൂൾ ആൻഡ് ഹെവി ആൻഡ് ബിഗാൻ ടു സിങ്ക്. അല്ലേ? കുറച്ച് ഇക്വേറ്റർ റീജിയൻസിനെ അപേക്ഷിച്ച് കുറച്ചൊരു 30 ഡിഗ്രി വരെ പോകുമ്പോൾ ഈ എയർ എന്ത് ചെയ്യാൻ തുടങ്ങും, തണുക്കും. അല്ലേ? ഇവിടെ നിന്ന് പൊങ്ങിയിട്ട് എന്ത് ചെയ്യും, ഈ 30 ഡിഗ്രിയിലെത്തുമ്പോൾ ഏകദേശം ഒന്ന് തണുക്കും, കൂളാവും, സിങ്കാവും. അപ്പോൾ ഇക്വേറ്റർ റീജിയൻസിനെ അപേക്ഷിച്ച് ഇവിടെ എന്താവും, ഹൈ പ്രഷർ അനുഭവപ്പെടും. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? ദിസ് പ്രഷർ ഈസ് നോൺ ആസ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. രണ്ടിടത്തും ഉണ്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, രണ്ട് ബെൽറ്റും നോർത്തിലും സൗത്തിലും 30 ഡിഗ്രി സൗത്ത് നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നുള്ള ബെൽറ്റ് ക്രിയേറ്റഡ് ആവുന്നു. ഓക്കെ, കോൾഡ് എയർ ഫ്രം ദ പോളാർ റീജിയൻ ആൻഡ് കമ്പാരിറ്റീവ്ലി വാം എയർ ഫ്രം ദ സബ് ട്രോപ്പിക്കൽ റീജിയൻ meet near the 60 degree latitude in both hemisphere. 60 degree
നോർത്ത് ആൻഡ് സൗത്ത്. ഇവിടെ നിന്നുള്ള കോൾഡ് എയർ, പോളാർ റീജിയൻസിൽ നിന്ന് കോൾഡ് എയർ ഇങ്ങോട്ടും, ഇവിടെ നിന്ന് അല്ലേ ഇവിടെ നിന്ന് വരുന്നതിൻ്റെ അത്ര അല്ലേ തണുപ്പില്ലാത്ത ഇതിനേക്കാളും കുറച്ച് ചൂട്, ഇവിടെ ഹൈ പ്രഷറാണ്, തണുത്ത ഏരിയ ആണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഹൈ പ്രഷറിൻ്റെ അത്ര തണുപ്പില്ല ഈ ഹൈ പ്രഷറിൽ. ഹവ് യു അണ്ടർസ്റ്റാൻഡ്? കാരണം ഇവിടെ കുറച്ചൊക്കെ സൺലൈറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ. എന്നാൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ സോ കോൾഡാണ്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് കുറച്ചൊരു ചൂട് തന്നെയാണ് ഹൈ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഹൈയും ഇവിടെ നിന്നുള്ള കുറച്ചു ഹൈ അല്ലേ കുറഞ്ഞൊരു ചൂടുള്ള ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എന്ത് ചെയ്യും, എയർ രണ്ടിടത്തുനിന്ന് വരുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നു. ഇത് രണ്ടും 60 ഡിഗ്രി നോർത്തിൽ വെച്ചിട്ട് മെർജ് ചെയ്യുന്നു. ഓക്കെ, cold air from the polar region and comparatively warm air from the subtropical region meet near the 60 degree latitude in both the hemisphere. The larger mass of warm air rises, അല്ലേ വലിയൊരു എയർ എന്ത് ചെയ്യും മുകളിലോട്ട് പൊങ്ങും, then creating a strong upward current. അല്ലേ അതെന്ത് ചെയ്യും താഴോട്ട് മുകളിലോട്ട് പൊങ്ങും, മാത്രമല്ല അവിടെ നിന്ന് മുകളിൽ നിന്ന് നല്ലൊരു രീതിയിൽ ആ എയർ താഴോട്ടും വരും. സോ the cold polar air gets pulled up by this current. അല്ലേ ഇവിടെ എത്തുമ്പോൾ കോൾഡ് എയർ എന്ത് ചെയ്യും ഇങ്ങോട്ട് തന്നെ തള്ളും. We understand? That is why this creates belt of low pressure. അതിനപേക്ഷിച്ച് ഇവിടെ ഇതിനപേക്ഷിച്ച് കുറച്ചൊരു ലോ ആണ്, ഇതിനപേക്ഷിച്ച് കുറച്ചൊരു ഹൈയും ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. This creates belts of low pressure called subpolar low pressure belt in these regions. Subpolar low pressure belt. കൺഫ്യൂഷൻ ആവേണ്ട, മുകളിൽ നിന്ന് തണുത്ത എയറും ഇവിടെ നിന്ന് കുറച്ചൊരു ചൂടുള്ള എയറും മീറ്റ് ചെയ്യുമ്പോൾ അതിൽ വലിയൊരു അളവ് എയർ മുകളിലോട്ട് പൊങ്ങുമ്പോൾ, മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പൊങ്ങും, എന്നാൽ അവിടെ നിന്ന് വീണ്ടും അതിനെ ഇങ്ങോട്ട് തന്നെ തള്ളും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ട് ഇവിടത്തിന് അപേക്ഷിച്ചൊരു ലോ പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ബെൽറ്റ് ഈസ് നോൺ ആസ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഏതെല്ലാമാണ് പ്രഷർ ബെൽറ്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഫോം യു വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ഇയേഴ്സ്. ഓക്കെ, ദീസ് ആർ ദ പെർമനൻറ്റ് പ്രഷർ ബെൽറ്റ്. The permanent pressure belt do not remain at the same position throughout the year. They shift slightly northward when the northern hemisphere tilts toward the sun and tilt southward when the southern hemisphere tilts towards the sun. Listen to me. ഈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് വർഷം ഫുൾ ഓഫ് ഉള്ള പ്രഷർ ബെൽറ്റ് ആണ്. 5 ഡിഗ്രി നോർത്ത് ടു 5 ഡിഗ്രി സൗത്ത്, 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്ത്, പിന്നെ 90 ഡിഗ്രി നോർത്ത് 90 ഡിഗ്രി സൗത്ത്. അതിന് ഓരോ നെയിംസ് നമ്മൾ പഠിച്ചു. ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇൻ ഈച്ച് സൈഡ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. അല്ലേ, ഈ പ്രഷർ ബെൽറ്റ് ഞാൻ പറഞ്ഞു എർത്ത് നേരെയല്ല നിൽക്കുന്നത് അല്ലേ. ഓൾ ഓഫ് ഇസ് ദ സണ്ണ്, സണ്ണ് രണ്ട് പൊസിഷനിൽ എർത്ത് വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് സണ്ണിൽ നിന്നുള്ള ചൂട് കിട്ടുന്നതിനനുസരിച്ചാണ് ഈ പ്രഷർ ബെൽറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രഷർ ബെൽറ്റ് ഇങ്ങനെ നിൽക്കുന്നത് ആക്ച്വലി എർത്ത് റെവല്യൂഷൻ നടത്തുമ്പോൾ ഈ രണ്ട് പൊസിഷനിൽ വരും അല്ലേ. ഒന്നിവിടെ വരും, ഇവിടെ വരും, ഇവിടെയും വരും, ഇവിടെ വരും, ഇവിടെയും ഇവിടെയും. 1 second. Just imagine it is sun and it is earth. Okay, it is sun, earth. എർത്തിന് ഇങ്ങനെ ഒരു ചെരിവുണ്ട്, നമ്മൾക്കറിയാം അത് അല്ലേ. ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ആക്ച്വലി സണ്ണിൻ്റെ സൺലൈറ്റ് എർത്തിൽ എല്ലായിടത്തും ഒരുപോലെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ റെവല്യൂഷൻ നടത്തി ഇങ്ങനെ ഒരു പൊസിഷനിൽ വരുമ്പോഴും എർത്തിൻ്റെ
എർത്തിലോട്ട് സണ്ണിൻ്റെ റേസ് ഒരുപോലെയാണ് ലഭിക്കുന്നത്. ഈ 2 പൊസിഷനിലാണ് ആക്ച്വലി ഏത് ഈ മെഷർമെൻ്റ് ഉള്ളത്. ഈ ഡിഗ്രിയിൽ ഈ പ്രഷർ ബെൽറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എർത്തും സണ്ണും ഇങ്ങനെ നിൽക്കുന്നൊരു പൊസിഷനും ഉണ്ട്, അതുപോലെ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നൊരു പൊസിഷനും ഉണ്ട്. റെവല്യൂഷൻ നടത്തുമ്പോൾ അല്ലെ, ഇങ്ങനെ റെവല്യൂഷൻ നടത്തുമ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ എർത്തിലുള്ള ഈ പ്രഷർ ബെൽറ്റ് എന്ത് ചെയ്യും, സണ്ണിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇക്വേറ്ററിൽ നിന്ന് കുറച്ചൊന്ന് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേറ്ററിൻ്റെ 5 ഡിഗ്രി നോർത്ത് ടു 5 ഡിഗ്രി സൗത്ത് എന്നുള്ളത് ചിലപ്പോൾ ഒരു 7 ഡിഗ്രി നോർത്ത് ടു 3 ഡിഗ്രി സൗത്തിലായിരിക്കും ഈ പ്രഷർ ബെൽറ്റ്. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഈ ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് സൺലൈറ്റ് നേരെ കിട്ടുന്ന ഏരിയ എവിടെയാണോ അവിടെയാണ് ആക്ച്വലി ഇക്വേറ്റർ ലോ പ്രഷർ ബെൽറ്റ്. അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രഷർ ബെൽറ്റും മൂവ് ചെയ്യും. ഈസ് ഇറ്റ് ക്ലിയർ? അതുപോലെ ഈ പൊസിഷനിൽ വന്നിരിക്കുമ്പോൾ ആ പ്രഷർ ബെൽറ്റ് കുറച്ച് താഴോട്ട് നീങ്ങും, കാരണം സൺലൈറ്റ് നേരെ കിട്ടുന്നത് സൗത്തേൺ സൈഡിലാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് സെയിങ് ദർ. ഓക്കെ, what is saying the permanent pressure belt do not remain at the same position throughout the year. Throughout the year ഈ 5 ഡിഗ്രി നോർത്ത് ടു 5 ഡിഗ്രി സൗത്തിൽ തന്നെ നിൽക്കില്ല, കുറച്ച് നോർത്തിലോട്ട് നിൽക്കും. നോർത്തേൺ ഹെമിസ്ഫിയർ സണ്ണിലോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ കുറച്ച് സൗത്തിലോട്ട് നീങ്ങും, സൗത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിലോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ. ഈസ് ഇറ്റ് ക്ലിയർ? They shift slightly northward when the northern hemisphere tilts toward the sun. The southern and tilts southward when the southern hemisphere tilts toward the sun. Is it clear? Okay. Next we need to study wind. When hot air rises and creates a region of low pressure. നമ്മൾക്കറിയാം ചൂടായ എയർ മുകളിലോട്ട് പൊങ്ങും, അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ആവും. Cold air from neighboring high pressure areas move towards the low pressure area. ഇവിടെ നല്ല ഹൈ പ്രഷറാണ്, എയർ തിങ്ങി നിൽക്കുമ്പോൾ ഇങ്ങോട്ട് എയർ വരില്ല. എന്നാൽ ഇവിടെ എയർ ചൂടായി അത് മുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അപ്പുറത്ത് നല്ല ഹൈ പ്രഷറായിട്ട് അത് തിങ്ങി നിൽക്കുന്ന ഹൈ പ്രഷറിൽ താഴെ സിങ്ക് ചെയ്ത് നിൽക്കുന്ന എയർ ഉണ്ട്, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ലോ പ്രഷറിലോട്ട്, അതായത് എയർ കുറവുള്ള ഏരിയയിലോട്ട് മൂവ് ചെയ്യും. ദിസ് മൂവ്മെൻറ്റ് ഇസ് നോൺ ആസ് വിൻഡ്. വെൻ ഹോട്ട് എയർ റൈസ് and create a region of low pressure. Cold air from the neighboring high pressure areas move towards the low pressure area. The horizontal movement of the air is called wind. So what is wind? The horizontal movement of the air is called wind. Okay. Then the instrument used for recording the direction of wind, direction from which the wind is blowing is called wind vane. The instrument used for recording the direction from which a wind is blowing. ഏത് ഡയറക്ഷനിൽ നിന്നാണ് വിൻഡ് അടിക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഏത് ഡയറക്ഷനിൽ നിന്നാണ് വിൻഡ് അടിക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് വിൻഡ് വെയിൻ. One question is that the instrument used for recording the direction of wind or which wind is blowing is called wind vane. It consisting of pointer and a vane or a tail. ഒരു പോയിന്ററും അതിനൊരു വാലും ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫിക്സഡ് to the opposite end of horizontal rod. ഓപ്പോസിറ്റ് 2 എൻഡിലും ഒരു കമ്പിയിലാണിത് ഘടിപ്പിച്ചിട്ടുള്ളത്. പൈവോട്ടഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ, അതിൻ്റെ ആ സൂചിയുടെ ആ കമ്പിയുടെ സെൻറ്ററിൽ അതിനെ നിർത്തിയിട്ടുണ്ടാവും. ഓഫ് എ ഹൊറിസോണ്ടൽ റോഡ്, നേരെ നിൽക്കുന്നൊരു റോഡിൽ. വിൻഡ് ടേൺസ് ദ വെയിൻ ടുവാർഡ്സ് ദ സൈഡ് ടു വിച്ച് ഇസ് ബ്ലോയിങ്. ദ പോയിൻ്റർ പോയിൻറ്റ്സ് ടു ദ ഡയറക്ഷൻ വിച്ച് ദ വിൻഡ് ഈസ് ബ്ലോയിങ്. അല്ലേ, കാറ്റ് എവിടെന്നെങ്കിലും അടിക്കുമ്പോൾ ആ അടിക്കുന്ന ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, ആ പോയിൻ്റർ, ആ കമ്പിയുടെ കൂർത്ത ഭാഗം എന്ത് ചെയ്യും, തിരിഞ്ഞു നിൽക്കും. എങ്ങോട്ടാണോ അടിക്കുന്നത് ആ ഭാഗത്തോട്ട് അതിൻ്റെ വാലും. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? എവിടെ നിന്ന് വരുന്നു അങ്ങോട്ട് അതിൻ്റെ പോയിൻ്ററും നിൽക്കും. അവന് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വിൻഡ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വിൻഡ് വെയിൻ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ദ സ്പീഡ് ഓഫ് വിൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 regions. When the difference is high, wind rushes from the high pressure region to the low pressure region at a great speed. As in a storm
the speed of wind can be measured with the help of anemometer. The anemometer consisting of 3 or 4 cups attached on a rotating shaft. When wind blows, the cups and the shaft rotate. The shaft is connected to a meter, similar to car's speedometer, which shows the speed of the wind. അല്ലേ, ഇവിടെ സ്പീഡ് ഓഫ് വിൻഡ്, ഒരു വിൻഡിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മാനോമീറ്റർ. ഓക്കെ, സോറി, അനിമോമീറ്റർ. When the difference is high, wind rushes from the high pressure regions to the low pressure. അല്ലേ, ഇവിടെ നല്ല നല്ല തണുപ്പാണെങ്കിൽ എയർ നല്ലോണം സിങ്ക് ചെയ്ത് നിൽക്കും. ഇവിടെ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ എയർ നല്ലോണം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ സ്പീഡിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് എയർ. അതിനനുസരിച്ച് സ്പീഡ് നന്നായിട്ട് കൂടും. എന്തിൻ്റെ? വിൻഡിൻ്റെ. ഓക്കെ, ആസ് ഇൻ സ്റ്റോം, അതായത് കൊടുങ്കാറ്റ് പോലെ. The speed of wind can be measured with the help of anemometer. വിൻഡിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് ആണ് വിൻഡ് വെയിൻ. The speed of wind we need to measure, we can use anemometer. Anemometer consisting of 3 or 4 cups. How we see, ഇവിടെ 3 cups ഉള്ളൊരു പിക്ചർ കാണുന്നുണ്ട്. ആൻഡ് anemometer attached to a rotating shaft. ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഷാഫ്റ്റിൽ. ദ ഷാഫ്റ്റ് ഈസ് കണക്റ്റഡ് ടു എ മീറ്റർ. ആ ഷാഫ്റ്റ് ഒരു മീറ്ററിലും കണക്ട് ചെയ്തിട്ടുണ്ടാകും. സിമിലർ ടു എ കാർ സ്പീഡോമീറ്റർ. കാറിലുള്ള സ്പീഡോമീറ്റർ എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെയാണ് വിൻഡിൻ്റെ സ്പീഡ് അളക്കുന്ന അനിമോമീറ്റർ. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഫോർ യൂസിങ് ദ മെഷർ ദ സ്പീഡ് ഓഫ് വിൻഡ്. ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് അനിമോമീറ്റർ. Winds can be broadly classified as permanent winds and local winds. വിൻഡിനെ നമ്മൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പെർമനൻറ്റ് വിൻഡ്സ് ആൻഡ് permanent winds and local winds. First we need to study about permanent wind. The winds that blow from the permanent high pressure belt towards the permanent low pressure belt maintain their direction throughout the year. നമ്മൾക്കറിയാം ഇത് പ്രഷർ ബെൽറ്റ്സ് ആണ് അല്ലേ. നമ്മൾക്കറിയാം ഹൈയിൽ നിന്ന് ലോയിലോട്ട് കാറ്റ് വീശും അല്ലേ. അപ്പോൾ ഈ പ്രഷർ ബെൽറ്റ് ത്രൂ ഔട്ട് ദ ഇയറിലും ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഷർ ബെൽറ്റ് ഹൈയിൽ നിന്ന് ലോയിലോട്ട് കാറ്റ് വീശുന്നത് ത്രൂ ഔട്ട് ദ ഇയറിലും അത് അങ്ങനെ തന്നെ വീശുന്നു. The wind that blow from permanent high pressure belt towards the permanent low pressure belt maintain their direction of the flow throughout the year. ഈ ഒരു ഫ്ലോ, കാറ്റിൻ്റെ ഫ്ലോ വർഷം ഫുൾ ഓഫ് അടിക്കുന്നു. They are called permanent, prevailing or planetary winds. 3 നെയിംസ് ഉണ്ട് permanent winds, prevailing winds or planetary winds. Okay, due to the rotation of the earth, the winds are deflected to the right of their path in northern hemisphere and to the left of their path in the southern hemisphere. Thus towards the west and the wind blowing towards the poles are deflected towards the east. There are 3 types of permanent winds: trade winds, westerlies and polar winds. Here saying, അല്ലേ, നമ്മൾക്കറിയാം ഇത് എർത്താണെന്നുണ്ടെങ്കിൽ എർത്ത് നല്ല സ്പീഡിൽ റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അല്ലേ. ആ റൊട്ടേഷൻ നടത്തുമ്പോൾ ഈ ഹൈയിൽ നിന്ന് ഇപ്പുറത്തെ ലോയിലോട്ട് കാറ്റ് വീശുമ്പോൾ എന്ത് ചെയ്യും? ഈ റൊട്ടേഷൻ്റെ ഫോഴ്സ് കൊണ്ട് ഇത് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞു പോകുന്നു. അതുപോലെ സൗത്തൺ ഹെമിസ്ഫിയറിൽ ഇങ്ങോട്ടും ചെരിയുന്നു. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? എന്താ പറയുന്നത്? Due to the rotation of earth, these winds are deflected to the right of their path in the northern hemisphere. നമ്മൾക്കറിയാം ഹൈയിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശുമ്പോൾ അത് പോകുന്ന വഴിയുടെ റൈറ്റിലോട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് പോകുന്ന വഴിയുടെ ഈ സൈഡിലോട്ട് ബെൻഡ് ആവുന്നു, ഡിഫ്ലക്റ്റ് ആവുന്നു. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? നോർത്തേൺ ഹെമിസ്ഫിയർ കാറ്റ് പോകുന്ന വഴിയുടെ റൈറ്റിലോട്ട് ബെൻഡ് ആവുന്നു. എന്നാൽ ആ സൗത്തൺ ഹെമിസ്ഫിയറിലോ ഈ വിൻഡ് ഇങ്ങോട്ടും വീശുന്നുണ്ട്. സൗത്തൺ ഹെമിസ്ഫിയറിൽ അത് പോകുന്ന വഴിയുടെ ലെഫ്റ്റിലോട്ടും ബെൻഡ് ആവും. ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ലെഫ്റ്റ് ഇവിടെ. ഇത് ഇങ്ങോട്ടാണ് വരുന്നത്, അതിൻ്റെ റൈറ്റ് ഇവിടെ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടും സൗത്തൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടും ബെൻഡ് ആവുന്നു ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഫോഴ്സ്. ഓക്കെ, ദെൻ
Thus the wind blowing towards the equator are reflected towards the west. അല്ലേ? അതുകൊണ്ട് ഇവിടെ വെസ്റ്റ് ആണ്, ഹിയർ ഈസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഹൈയിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോൾ അല്ലേ, അതല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലും ഇവിടുന്ന് ഇങ്ങനെ ശരിയും ഇവിടുന്ന് ഇങ്ങനെ ശരിയും രണ്ടും വെസ്റ്റേൺ സൈഡിലോട്ട്, ഇത് വെസ്റ്റേൺ സൈഡിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, ചെരിയുന്നത് വിൻഡ്. ഓക്കെ, then and the wind blowing towards the poles are deflected towards the east. അല്ലേ? അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അടിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോകുന്ന വഴിയുടെ റൈറ്റ്, ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ പോകുന്ന വഴിയുടെ റൈറ്റിലോട്ട് ബെൻഡ് ആവും അല്ലേ? അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അടിക്കും. ഇതും പോകുന്ന വഴിയുടെ ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ പോകുന്ന വഴിയുടെ ലെഫ്റ്റിലോട്ട് ബെൻഡ് ആവും. അപ്പോൾ ഇക്വേറ്റർ റീജിയൻസിൽ നിന്ന് പോളാർ റീജിയൻസിലോട്ട് വിൻഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയാസിലോട്ട് വിൻഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയുടെ അവ ഈസ്റ്റേൺ സൈഡിലോട്ട് അല്ലേ? ഇവിടെ ഈസ്റ്റ് രണ്ടും ഈസ്റ്റേൺ സൈഡിലോട്ടാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? സോ ദർ ആർ 3 types ഓഫ് പെർമനൻറ്റ് വിൻഡ്സ്: ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലൈസ് ആൻഡ് പോളാർ വിൻഡ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് we need to study about trade winds. The trade winds blow from the subtropical high pressure belt to the equatorial low pressure belt. Winds are named after the direction from which they blow. In the northern hemisphere, the trade winds blow from the northeast and are known as northeast trade winds. And in southern hemisphere, they blow from the southeast and are known as southeast trade winds. The trade winds blow with great regularly. What is saying here? Three types of permanent winds. First wind, trade winds. What is trade wind? Trade winds blow from the subtropical high pressure belt. Subtropical high pressure belt towards equatorial low pressure belt. നമ്മൾക്കറിയാം ഹൈയിൽ നിന്ന് ലോയിലോട്ടാണ് കാറ്റ് വീശുക. ഇവിടെയും സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നുള്ള ബെൽറ്റ് ഉണ്ട്, ഇവിടെയുണ്ട് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നുള്ള ബെൽറ്റ്. ഇതിൽ രണ്ടിൽ നിന്നും ഈ ലോയിലോട്ട് കാറ്റ് വീശും, ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ട്. ഓക്കെ, വിൻഡ് നെയിംഡ് ആഫ്റ്റർ ദ ഡയറക്ഷൻ, എവിടെ നിന്ന് എങ്ങോട്ട് അടിക്കുന്നു എന്നുള്ള കാരണത്താൽ അവയ്ക്ക് എന്ത് ചെയ്യും? നെയിം കിട്ടിയിട്ടുണ്ട്. രണ്ട് വിൻഡ് ഉണ്ട് ആക്ച്വലി, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ടിനും രണ്ട് നെയിമാണ്. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ ട്രേഡ് വിൻഡ്സ് ബ്ലോ ഫ്രം ദ നോർത്ത് ഈസ്റ്റ് ആർ നോൺ ആസ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോകുന്ന വഴിയുടെ റൈറ്റിലോട്ട് ബെൻഡ് ആവും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വിൻഡാണ് അടിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോൾ പോകുന്ന വഴിയുടെ ലെഫ്റ്റിലോട്ടാണ് ബെൻഡ് ആവുക, അപ്പോൾ ഇത് ഇങ്ങനെയാണ് അടിക്കുന്നത്. അപ്പോൾ രണ്ടും ഇത് വരുന്നത് നോർത്തിൽ നിന്നും ഈസ്റ്റേൺ സൈഡിൽ നിന്നുമാണ്. നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നും, ഇത് വരുന്നത് സൗത്തേൺ സൈഡ് ഈസ്റ്റ് സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നാണ് ഇതിനെ 2 ആയിട്ട് അറിയപ്പെടുന്നത്. Is it clear? Okay. The trade winds blow with great regularly. ഏറെക്കുറെ വിച്ച് ഫുൾ ഓഫ് ഇയറും അടിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡ്സ് ആണ് ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. ഫസ്റ്റ് വി സോ ട്രേഡ് വിൻഡ്സ് is a permanent wind. Second, westerlies. Westerlies is the second permanent wind. What about that? Listen to the winds that arise due to the winds blowing from the subtropical high pressure belt to the subpolar low pressure belt are known as westerlies. Subtropical high, ഇവിടെ ഹൈ ഇവിടെ ലോ ആണ് അല്ലേ? ഇപ്പോൾ സബ്ട്രോപ്പിക്കൽ ഹൈയിൽ നിന്ന് സപ്പോളാർ ലോയിലോട്ട് അടിക്കുന്നു.
So നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോകുന്ന വഴിയുടെ റൈറ്റിലോട്ട് ബെൻഡായി, സൗത്തേൺ ഹെമിസ്ഫിയറിൽ പോകുന്ന വഴിയുടെ ലെഫ്റ്റിലോട്ട് ബെൻഡായി ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ. സോ ഈ ഹൈയിൽ നിന്ന് ഈ ലോയിലോട്ടും വിൻഡ് അടിക്കുന്നുണ്ട്. സോ ദ വിൻഡ് ബ്ലോയിങ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടുവാർഡ്സ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആർ നോൺ ആസ് വെസ്റ്റർലൈസ്. അവയുടെ പേരാണ് വെസ്റ്റർലൈസ് വിൻഡ് എന്നുള്ളത്. കാരണം ആസ് എ ബ്ലോ ഫ്രം എ സംവാട്ട് വെസ്റ്റേർലി ഡയറക്ഷൻ ഇൻ ബോത്ത് ഹെമിസ്ഫിയർ, രണ്ടും വിൻഡ് അടിക്കുന്നത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഈ ഒരു വെസ്റ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് അടിക്കുന്നു, ഈ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടും അടിക്കുന്നു. വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു എന്നുള്ള കാരണത്താൽ ഇറ്റ് ഈസ് നോൺ ആസ് വെസ്റ്റർലൈസ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. ഇസ് ഇറ്റ് ക്ലിയർ? എന്നാൽ ട്രേഡ് വിൻഡ്സ് നമ്മൾ കണ്ടു എന്താണ്, ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്, ഇവിടെ സൗത്തേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്ന് പറഞ്ഞു. ഈ വെസ്റ്റർലൈസ് എന്ന് പറഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ട് അടിക്കുന്നു. രണ്ടും ഏറെക്കുറെ വെസ്റ്റേൺ സൈഡിൽ നിന്നാണ് അടിക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് നോൺ ആസ് വെസ്റ്റർലൈസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദ വെസ്റ്റർലൈസ് ബ്ലോ ഫ്രം ദ southwest in the northern hemisphere and from the northwest in the southern hemisphere. Since these winds originate in the warm tropical regions and blow towards cooler regions, are they experienced as warm winds? They are not, however, as regular as the trade winds. The westerlies blow from the southwest in the northern hemisphere. ഇവിടെ നിന്നാണ് താഴെ നിന്ന് സൗത്ത് വെസ്റ്റിൽ നിന്ന് അല്ലേ, ഏതൊരു സംഭവത്തിൻ്റെ സൗത്തേൺ സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗത്ത് അല്ലേ, ഇനിയിപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിലും ഇതിപ്പോൾ വിച്ച് നമ്മുടെ ഇന്ത്യ എൻ്റർലി കിടക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എന്നാലും നമ്മുടെ കേരളത്തിനൊക്കെ അറിയപ്പെടുന്ന സൗത്തേൺ ഇന്ത്യയിലെ റീജിയൻ എന്നാണ്, കാരണം ഇന്ത്യയുടെ താഴെ ഭാഗത്തില്ല. അപ്പോൾ ഇത് താഴെ നിന്ന് അടിക്കുന്നു എന്നുള്ള കാരണത്താൽ സൗത്ത് വെസ്റ്റ് വെസ്റ്റർലൈസ് എന്ന് പറയുന്നത്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് നോർത്തിൽ അടിക്കുന്നത്. എന്നാൽ സൗത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നുമാണ് വെസ്റ്റർലൈസ് ബ്ലോ ചെയ്യുന്നത്. ഓക്കെ. ദീസ് വിൻസ് ഒറിജിനേറ്റ് ഇൻ ദ വാം ട്രോപ്പിക്കൽ റീജിയൻ അല്ലേ, വാം ആയിട്ടുള്ള ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് മറ്റൊരു കൂളർ റീജിയൻസിലോട്ടാണ് അടിക്കുന്നത്. ദേ ആർ എക്സ്പീരിയൻസ്ഡ് വാം വിൻസ്, അതുകൊണ്ട് കൂൾ റീജിയൻസിൽ ഒരു ചൂട് കാറ്റ് എത്തുന്നു. ദേ ആർ നോട്ട് ഹവർ റെഗുലർ ആസ് ട്രേഡ് വിൻസ്. ട്രേഡ് വിൻസ് റെഗുലറാണ്, ത്രൂ ഔട്ട് തിയറിലും വീശിക്കൊണ്ടിരിക്കുന്നതാണ്, എന്നാൽ അത്ര റെഗുലർ അല്ല വെസ്റ്റർലൈസ്. ഓക്കെ. ദ നെക്സ്റ്റ് വിൻഡ് ഈസ് പെർമനൻറ്റ് വിൻഡ് ഈസ് നോൺ ആസ് പോളാർ വിൻസ്. വാട്ട് ഈസ് പോളാർ വിൻസ്? The polar winds blow from the polar high pressure belt to the subpolar low pressure belt. ഇവിടെ ലോ പ്രഷറാണ്, ഇവിടെ ഹൈ ആണ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ട്, ഇവിടെ നിന്നും പോളാർ ഹൈയിൽ നിന്ന് സബ്പോളാർ ലോയിലോട്ട് അടിക്കുന്ന കാറ്റാണ് എന്ത്, പോളാർ വിൻസ്. ഓക്കെ. ദേ ആർ നോൺ ആസ് പോളാർ ഈസ്റ്റേർലി ബിക്കോസ് ദേ ബ്ലോ ഫ്രം സംവാട്ട് ഈസ്റ്റേർലി ഡയറക്ഷൻ അല്ലേ. നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് ബെൻഡാവും, ഇവിടുന്ന് ഇങ്ങോട്ട് ബെൻഡാവും, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ബെൻഡാവും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ സൈഡിൽ നിന്നാണ് രണ്ടും, അതുകൊണ്ട് തന്നെ ഇതിനെ പോളാർ ഈസ്റ്റേർലി വിൻഡ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ. ദേ ബ്ലോ ഫ്രം നോർത്ത് ഈസ്റ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, നോർത്ത് ഈസ്റ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്ത് ഈസ്റ്റ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ. Since these winds originate in the polar region, they are extremely cold. നല്ല കോൾഡ് പോളാർ റീജിയൻസിൽ വന്നുകൊണ്ട് തണുത്ത കാറ്റാണ് ഇങ്ങോട്ട് അടിക്കുന്നത്. These are about permanent pressure belt. Next we need to study local winds. രണ്ട് തരത്തിലുള്ള വിൻസ് ആണ്, പെർമനൻറ്റ് വിൻസ്, ലോക്കൽ വിൻസ്. പെർമനൻറ്റ് വിൻസ് വി സ്റ്റഡിഡ് 3 types. പെർമനൻറ്റ് പ്രഷർ ബെൽറ്റ് ഹൈയിൽ നിന്ന്, ഹൈ പ്രഷറിൽ നിന്ന് പെർമനൻറ്റ് ലോ പ്രഷറിലോട്ട് ത്രൂ ഔട്ട് തിയറിലും അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റാണ് പെർമനൻറ്റ് വിൻഡ്, പ്രിവെയിലിംഗ് വിൻഡ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്. 3 names ആണുള്ളത്. 3 പേരിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, കൺഫ്യൂഷൻ ആവേണ്ട. ചോദിക്കുന്നത് പെർമനൻറ്റ് വിൻസ് ആണ്. 3 types ഓഫ് പെർമനൻറ്റ് വിൻസ്: ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ്, പോളാർ വിൻസ്. ഓക്കെ. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി ലോക്കൽ വിൻസ്. 1 second.
Okay, what about the local wind? Winds that arise due to the local or regional changes in the temperature or pressure are known as local winds. Local winds എവിടെ എപ്പോൾ എന്ന് പറയാൻ പറ്റില്ല. ലോക്കലി എന്തെങ്കിലും പ്രഷറിൽ ചൂടിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡാണ് ലോക്കൽ വിൻഡ്സ്. They affect. What is local winds? Winds that arise due to the local or regional changes in the temperature or pressure is known as local winds. They affect small areas for short period of time. ചെറിയ ഏരിയാസിൽ കുറച്ച് സമയത്തേക്ക് മാത്രം അടിക്കുന്ന വിൻഡാണ് ലോക്കൽ വിൻഡ്. സം ലോക്കൽ വിൻഡ്സ് ലൈക്ക് ദ സീ ബ്രീസസ് ആൻഡ് മൺസൂൺ ആർ പീരിയോഡിക്. എന്നാൽ ചില ലോക്കൽ വിൻഡ്സ് ഉണ്ട്, സീ ബ്രീസ്, മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. അവ പീരിയോഡിക്കാണ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്ത് അടിക്കും, പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും അടിക്കും, അങ്ങനെ അടിക്കുന്ന വിൻഡാണ് സീ ബ്രീസും മൺസൂൺ വിൻഡും എല്ലാം. അത് പീരിയോഡിക് ആണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഫോർ എ ഫിക്സഡ് പീരീഡ്, ഒരേ പീരീഡിൽ. ഓക്കെ, which may be day or a season. അല്ലെങ്കിൽ സീ ബ്രീസ് ഡേയിലും മൺസൂൺ വിൻഡ് സീസണിലുമാണ് അടിക്കുന്നത്. ഓക്കെ, then they blow in a particular direction, but unlike prevailing wind they do not always blow in the same direction. അല്ലേ, ഈ മൺസൂൺ വിൻഡും സീ ബ്രീസ് എല്ലാം എന്താണ് പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് അടിക്കുക. എന്നാൽ പ്രിവെയിലിംഗ് വിൻഡിനെ പോലെ, പെർമനൻറ്റ് വിൻഡിനെ പോലെ സെയിം ഡയറക്ഷനിലല്ല അടിക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ലോക്കൽ വിൻഡ്, ദാറ്റ് ഈസ് ലാൻഡ് ആൻഡ് സീ ബ്രീസ്. വാട്ട് ഈസ് ലാൻഡ് ആൻഡ് സീ ബ്രീസ്? വാട്ടർ ടേക്സ് ലോങ്ങർ ദാൻ ലാൻഡ് ടു ഗെറ്റ് ഹീറ്റഡ് ആൻഡ് കൂൾ ഡൗൺ. അല്ലേ, നമ്മൾ ഒരു വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ നല്ല ചൂട് കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് പെട്ടെന്ന് ചൂടാവും, വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടേ ചൂടാവും. That is, water takes longer than land to get heated. വാട്ടർ എന്ത് ചെയ്യും, ലാൻഡിനെക്കാട്ടിലും സമയമെടുക്കും ചൂടാവാൻ. ആൻഡ് കൂൾ ഡൗൺ, ചൂടായി കഴിഞ്ഞാലോ ലാൻഡ് പെട്ടെന്ന് തണുക്കും, എന്നാൽ വെള്ളം സാവധാനേ തണുക്കുള്ളൂ. ഡ്യൂറിങ് ദ ഡേ ദ ലാൻഡ് therefore becomes hotter than the sea. കാരണം പകലിൽ ഡേയിൽ സൺലൈറ്റ് കിട്ടുമ്പോൾ എന്താണ്, ലാൻഡ് പെട്ടെന്ന് ചൂടാവും, എന്നാൽ കടൽ വെള്ളം സാവധാനമേ ചൂടാവുള്ളൂ. The air above the land become hot and rises, leading to the low pressure over the land. അപ്പോൾ ലാൻഡ് ചൂടാവുമ്പോൾ ലാൻഡ് പെട്ടെന്ന് ചൂടാവും, അവിടെയുള്ള എയർ ഹോട്ടാവും, എക്സ്പാൻഡ് ആവും, അവിടെ എന്ത് ചെയ്യും, ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ആവും. സിൻസ് ദ എയർ എബോവ് ദ സീ ഈസ് കൂളർ. എന്നാൽ വെള്ളം ചൂടായിട്ടില്ല, കടൽ വെള്ളത്തിൻ്റെ മുകളിലുള്ള എയർ അപ്പോഴും തണുപ്പാണ്, അവിടെ ഹൈ പ്രഷറാണ്. സോ കൂളർ എയർ ഫ്രം ദ സീ മൂവ് ടുവാർഡ്സ് ദ ലാൻഡ് ഡ്യൂറിങ് ദ ഡേ. അപ്പോൾ പകലിൽ കടലിന് മുകളിലുള്ള കൂളർ എയർ എന്ത് ചെയ്യും, കരയിലോട്ട് വീശിക്കൊണ്ടിരിക്കും, കാരണം കരയിൽ ലോ പ്രഷറാണ്. ഓക്കെ, ദിസ് ബ്രീസ് ഇസ് കോൾഡ് സീ ബ്രീസ്. ബ്രിങ് ഡൗൺ ദ ടെമ്പറേച്ചർ ഇൻ കോസ്റ്റൽ ഏരിയാസ് ഡ്യൂറിങ് ദ ഡേ. കടലിൻ്റെ ഏരിയാസിലൊക്കെ ഏത് ചൂടത്ത് പോയി നിന്നാലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. കാരണം എന്താണ്, കടലിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും കരയിലോട്ട് ഡ്യൂറിങ് ദ ഡേ, പകലിൽ. ഓക്കെ, ദിസ് നോൺ ആസ് സീ ബ്രീസ്. ഡേയിൽ from cooler wind from the sea is blowing towards the land. This is known as sea breeze. Okay, then at night the land cools down much faster than the sea. രാത്രി ആകുമ്പോഴോ ലാൻഡ് പെട്ടെന്ന് തണുക്കും, എന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കടൽ വെള്ളം ചൂടായി പെട്ടെന്ന് തണുക്കില്ല. ഓക്കെ, then the air over the sea is thus warmer and lighter. അപ്പോൾ കടലിൻ്റെ മുകളിൽ ചൂടാണ്, എന്നാൽ കരയിൽ തണുപ്പാണ്. സോ the warm air over the sea rises. അവിടെയുള്ള എയർ പൊങ്ങും, അവിടെ ലോ പ്രഷർ ആവും, ലോവർ ദാൻ ദ പ്രഷർ ഓവർ ദ ലാൻഡ്. സോ ലാൻഡിലോ ഹൈ പ്രഷർ ആവും, തണുപ്പാവും. therefore blows out towards the sea. This is known as land breeze. അങ്ങനെ നൈറ്റിൽ the wind blow from the land toward the sea. This is known as land breeze. ഇപ്പോൾ ഒരു ലോക്കൽ വിൻഡ് നമ്മൾ പഠിച്ചു, sea breeze and local land breeze. Sea breeze blow when the day to the land and land breeze blow at the night to the sea. Is it clear? Okay, next monsoon wind. Monsoon wind is a local wind. Then monsoon is a seasonal wind. It blows in a fixed direction during a particular season. Monsoon wind എന്ന് പറഞ്ഞാൽ ഒരു സീസൺസിൽ എത്തുന്ന വിൻഡാണ്.
അത് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ആ സീസൺസിൽ മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡാണ്. ബട്ട് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ വിത്ത് ദ ചേഞ്ച് ഓഫ് സീസൺ. സീസൺ മാറുന്നതിനനുസരിച്ച്, സീസൺ എന്ന് പറഞ്ഞാൽ സണ്ണിലോട്ട് എർത്ത് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ സമ്മർ ഇവിടെ വിൻ്റർ, അതൊരു സീസൺ. പിന്നെയോ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സമ്മർ ഇവിടെ വിൻ്റർ, അതൊരു സീസൺ. അപ്പോൾ ഒരു സീസണിൽ നിന്ന് മറ്റൊരു സീസണിലോട്ട് മാറുമ്പോൾ റിട്ടേൺ ചെയ്ത് പോകുന്ന വിൻഡാണ് മൺസൂൺ വിൻഡ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഇയേഴ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. മൺസൂൺ ആർ ലൈക്ക് ലാൻഡ് ആൻഡ് സീ ബ്രീസ് ഓൺ എ ലാർജ് സ്കെയിൽ, അല്ലേ? രാത്രിയും പകലും മാറി മാറി അടിക്കുകയാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും. എന്നാൽ സീസണിൽ ചൂട് കൂടുമ്പോഴും തണുപ്പാവുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിക്കുന്ന വിൻഡാണ് മൺസൂൺ വിൻഡ്. They are mainly associated with southern and southeastern Asia. During summer, the interior of continent of Asia gets extremely heated. സമ്മർ സീസണിൽ അല്ലേ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? സമ്മറാണ്. സൗത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററാണ്. സോ ഡ്യൂറിങ് ദ സമ്മർ the interior of continent of Asia gets extremely heated. അല്ലേ? ഏഷ്യൻ കോണ്ടിനെൻ്റ് ഇവിടെയാണ്. അപ്പോൾ ഏഷ്യൻ കോണ്ടിനെൻ്റ് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ്. ഇൻറ്റീരിയർ ഓഫ് ഏഷ്യ ഗെറ്റ് വെരി ഹീറ്റ്. ദെൻ ആൻഡ് എ ലോ പ്രഷർ സോൺ ഡെവലപ്സ് ഇൻ ദിസ് റീജിയൻ. നല്ല ചൂടാകുമ്പോൾ അവിടെയുള്ള എയർ എക്സ്പാൻഡ് ആവും, നല്ല ലോ പ്രഷർ ക്രിയേറ്റഡ് ആവും. And most winds from the high pressure zone over the Indian Ocean blow towards this zone and cause heavy rainfall in summer. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ വിൻ്ററാണ്, ഇവിടെ നല്ല ഹൈ ആണ്. ഈ ഹൈയിൽ നിന്ന് എന്ത് ചെയ്യും? വിൻഡ് ഈ ലോ പ്രഷറിലോട്ട് അടിക്കും, ഇവിടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലോട്ട്. അപ്പോൾ ഈ ഇവിടെ ലോയിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? കടലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കടലിൽ നിന്ന് വെള്ളവും കളക്ട് ചെയ്യും. എന്നിട്ട് ഈ ഏഷ്യൻ കോണ്ടിനെൻ്റിൽ എത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെത്തുമ്പോൾ നല്ല മഴയും കിട്ടും. അപ്പോൾ മൺസൂൺ സീസൺ, മൺസൂൺ വിൻഡാണത്. ആ മൺസൂൺ സീസണിൽ മൺസൂൺ വിൻഡ് മഴയും കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൺസൂൺ സീസൺ എന്ന സമയത്ത് അറിയപ്പെടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇൻ വിൻ്റർ ദ ടെമ്പറേച്ചർ ഫാൾസ് ഷാർപ്ലി അറ്റ് എ പ്രഷർ സോൺ ഡെവലപ്സ് ഓവർ ദ ഇൻറ്റീരിയർ ഏഷ്യ. എന്നാൽ സീസൺ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എർത്ത് ഇങ്ങനെ പോകുന്ന ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോഴോ സൗത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇപ്പോൾ സമ്മർ, ഇവിടെ എന്താണ്? വിൻ്ററാണ്. അപ്പോൾ സീസൺ മാറിയപ്പോൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ ഫാൾ ഷാർപ്പ്ലി, ഇവിടെയുള്ള ചൂട്, ഏഷ്യൻ കോണ്ടിനെൻ്റിലെ ചൂട് നല്ലോണം കുറഞ്ഞു. ദ സീ റിമെയിൻസ് വാമർ ദാൻ ദ ലാൻഡ്. ഇപ്പോൾ ഇവിടെ സീ ആണ് അല്ലേ? സീ എന്ന് പറഞ്ഞാൽ സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള കടൽ എന്ത് ചെയ്തു? ഇതിനെക്കാട്ടിലും ചൂടായി. കാരണം സണ്ണിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള റേസ് കിട്ടുന്നത് സൗത്തേൺ ഹെമിസ്ഫിയറിലാണ്. സോ the pressure over it's much lower as a result, അല്ലേ? അതുകൊണ്ട് ഇവിടെയുള്ള പ്രഷർ ലോവറാണ്, ഇവിടെ ഹൈ ആയി അപ്പോഴത്തേക്ക്. ഇപ്പം നമ്മുടെ മൺസൂൺ വിൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഡ്രൈ വിൻഡ്സ് ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് കോണ്ടിനെൻ്റ് ബ്ലോ ടുവാർഡ്സ് ദ സീ. അപ്പോൾ ഇവിടെ നിന്ന് വിൻഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഈ കടലിലോട്ട് വീശും. ഓക്കെ, ദാറ്റ് ഈസ് മൺസൂൺ വിൻഡ്. ഇങ്ങനെയുള്ള സീസണിൽ മൺസൂൺ വിൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടടിക്കും, ഇവിടെ എത്തുമ്പോഴേക്ക് മൺസൂൺ വിൻഡ് ഇവിടുന്ന് താഴോട്ടും അടിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് വിൻഡ് ഈസ് നോൺ ആസ് മൺസൂൺ വിൻഡ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി സൈക്ലോണിക് വിൻഡ്സ്. സൈക്ലോണിക് വിൻഡ്സും ലോക്കൽ വിൻഡാണ്, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് അടിക്കുന്ന വിൻഡാണ്. വാട്ട് അബൌട്ട് സൈക്ലോണിക് വിൻഡ്? സൈക്ലോണിക് വിൻഡ്സ് ആർ ഇറഗുലർ വിൻഡ്സ് ഓഫ് ഷോർട്ട് ഡയറക്ഷൻ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പിളും ആയിട്ട് അടിക്കുന്ന, കുറച്ച് സമയത്തൊക്കെ അടിക്കുന്ന ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയും സൈക്ലോണിക് വിൻഡ്. ദേ ആർ കോസ്ഡ് ബൈ പ്രഷർ സിസ്റ്റം നോൺ ആസ് സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺ. രണ്ട് തരത്തിലുള്ള പ്രഷർ സിസ്റ്റം ഉണ്ട്, സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺ. ഈ പ്രഷർ സിസ്റ്റം കൊണ്ട് ഇങ്ങോട്ടും തിരിച്ചങ്ങോട്ടും അടിക്കുന്ന വിൻഡാണ് സൈക്ലോണിക് വിൻഡ്. ഇൻ എ സൈക്ലോൺ, രണ്ട് തരത്തിലുള്ള സൈക്ലോണിക് പ്രഷർ സിസ്റ്റം ഉണ്ട്, സൈക്ലോൺ, ആൻറ്റി സൈക്ലോൺ. സൈക്ലോൺ strong winds blow in a spiral towards the low pressure area at the center. ഇവിടെ ലോ പ്രഷറാണ്, ചുറ്റുഭാഗം ഹൈ ആണ്. ഇങ്ങനെ നടുവിൽ ലോ പ്രഷറും ചുറ്റുഭാഗം ഹൈ പ്രഷറും ഉണ്ടാകുന്ന ഏരിയാസിൽ എന്ത് ചെയ്യും? ഒരു സ്പൈറലായിട്ട്
ഇങ്ങനെ കാറ്റെന്ത് ചെയ്യും, ലോ പ്രഷറിലോട്ട് അടിച്ചുകൊണ്ടിരിക്കും, ചുഴലിക്കാറ്റായിട്ട്. ഇൻ എ സൈക്ലോൺ, സൈക്ലോണിക് വിൻഡ് ആണ് കേട്ടോ. ഇൻ എ സൈക്ലോൺ സ്ട്രോങ് വിൻഡ്സ് ബ്ലോ ഇൻ എ സ്പൈറൽ ടുവാർഡ്സ് ദ ലോ പ്രഷർ ഏരിയ അറ്റ് ദ സെൻറ്റർ. In the northern hemisphere, wind blow in an anti-clockwise around the center of cyclone. അല്ലേ, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ലിസൺ, ക്ലോക്ക് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഓടുന്നത് ക്ലോക്ക് അല്ലേ, ഈ ഒരു ഡയറക്ഷനിലാണ് ക്ലോക്ക് ഓടുന്നത്. വി അണ്ടർസ്റ്റാൻഡ്. സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ എർത്ത് ഇവിടെയാണ് സൈക്ലോൺ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ലോ പ്രഷർ അതിൻ്റെ ആ ഡയറക്ഷനാണ് പറയുന്നത് കേട്ടോ. ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ വിൻഡ് ബ്ലോ ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് ഇങ്ങനെയാണ് ഓടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെയായിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോ പ്രഷറിലോട്ട് ഹൈ പ്രഷറിൽ നിന്ന് വിൻഡ് അടിക്കുന്നത് ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ്. ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ആൻഡ് വൈൽ ദ സൗത്തേൺ ഹെമിസ്ഫിയർ ദേ ബ്ലോ ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്നാൽ സൗത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ക്ലോക്ക് എങ്ങനെയാണോ ഓടുന്നത് അതുപോലെ ആയിരിക്കും സൈക്ലോണിക് വിൻഡ് അടിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ റൊട്ടേഷണൽ ഫോഴ്സ് ആണ് അത് കേട്ടോ. ദെൻ സൈക്ലോൺ ബ്രിങ്സ് ഹെവി റെയിൻസ് ആൻഡ് കോസ് ഡാമേജ് ടു എ പ്ലേസ് ഓവർ വിച്ച് ദേ പാസ്. സൈക്ലോണിക് വിൻഡ് നല്ല വിൻഡും ഒരുപാട് ഡാമേജസ്, നല്ല റെയിനും ഒരുപാട് ഡാമേജസും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എവിടെയാണത് ഉണ്ടാവുന്നത് എന്നുള്ള കാരണത്താൽ. അത് ഒരു വിച്ച് പ്രഷർ കൊണ്ടുണ്ടാവുന്നതാണ്. നടുവിൽ ലോ ആകുമ്പോഴാണ് സൈക്ലോൺസ് ഉണ്ടാകുന്നത്. എന്നാൽ നടുവിൽ ഹൈ ആയിട്ട് വരാറുണ്ട്, അത് ആൻറ്റി സൈക്ലോൺ എന്നാണ് പറയുന്നത്. ഇൻ ആൻ ആൻറ്റി സൈക്ലോൺ ഗെറ്റ്സ് വിൻഡ്സ് blow from high pressure area at the center toward the surrounding low pressure area. അല്ലേ, ഇത് നടുവിൽ ലോ ആണെങ്കിൽ ഇത് നടുവിൽ ഹൈ ആണ്, ചുറ്റുഭാഗം ലോ ആണ്. അതാണ് ആൻറ്റി സൈക്ലോൺ. ചുറ്റുഭാഗം ലോ, നടുവിൽ ഹൈ. അപ്പോൾ നടുവിൽ ഹൈയിൽ നിന്ന് ചുറ്റുഭാഗത്തോട്ടും കാറ്റടിക്കും. ഓക്കെ. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ വിൻഡ്സ് ബ്ലോ ഇൻ ക്ലോക്ക് വൈസ് സ്പൈറൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി സൈക്ലോൺ ഇങ്ങനെയാണ് അടിക്കുന്നത്. എന്നാൽ സൗത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി സൈക്ലോൺ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് അടിക്കുന്നത്. മനസ്സിലാക്കണം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കോളൂ കേട്ടോ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണ് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സൗത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഒന്നുകൂടി, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണ് ആൻറ്റി ക്ലോക്ക് വൈസും സൗത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണ് ക്ലോക്ക് വൈസും ആണ്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നടുവിൽ ലോ ആണ്, ചുറ്റുഭാഗം ഹൈ. എന്നാൽ ആൻറ്റി സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നടുവിൽ ഹൈ പ്രഷർ, ചുറ്റുഭാഗം ലോ പ്രഷർ. എന്നാൽ ആൻറ്റി സൈക്ലോണിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലും സൗത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി സൈക്ലോണിൽ ആൻറ്റി ക്ലോക്ക് വൈസിലുമാണ് വിൻഡ് അടിക്കുന്നത്. കൺഫ്യൂഷൻ ആവണ്ട, ചെറിയ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ആൻറ്റി സൈക്ലോൺ ബ്രിങ് സ്റ്റേബിൾ വെതർ ആൻഡ് ക്ലിയർ സ്കൈസ്. അല്ലേ, ഹൈയിൽ നിന്ന് ലോയിലോട്ടാണ് വീശുന്നത്, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആയിട്ട് മാറുകയാണ് ചെയ്യുക ഏരിയാസിൽ കേട്ടോ. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി സൂപ്പർ സൈക്ലോൺ. അതായത് ഇത്തരത്തിലൊരു സൈക്ലോൺ വിൻഡ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. അത്തരത്തിലൊരു സൈക്ലോൺ വിൻഡ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വിൻഡ് അടിച്ചു. അതിന് നമ്മൾ കൊടുത്ത പേരാണ് സൂപ്പർ സൈക്ലോൺ. ഓക്കെ, വാട്ട് അബൌട്ട് സൂപ്പർ സൈക്ലോൺ? Super cyclone. The eastern coast of India is one of the most cyclone hit regions of world. ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ സൈക്ലോൺ അടിക്കുന്ന ഏരിയയാണ്. Cyclones that develop over Bay of Bengal generally strike the regions of during months May, October, November. അല്ലേ, അതായത് ബേ ഓഫ് ബംഗാളിൽ നിന്നാണ് ഈ സൈക്ലോണിക് വിൻഡ് എത്തുന്നത്. ഈസ്റ്റേൺ കോസ്റ്റിൽ ഏകദേശം എല്ലാ വർഷവും മെയ്, ഒക്ടോബർ, നവംബർ മന്തിലാണ് ഈ സൈക്ലോണിക് വിൻഡ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. നെയിംഡ് ചെയ്ത അത്തരത്തിലൊരു വന്നിട്ടുള്ളൊരു സൈക്ലോണാണ് സൂപ്പർ സൈക്ലോൺ. ഹിറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഒറീസ 28 ഒക്ടോബർ. ഏതാണ് ഇയർ? എൻ്റെ പേജ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ പേജ് അവിടെ നോട്ട് ചെയ്യാം കേട്ടോ. ഏതാണ് ഇയർ എന്നുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ടെക്സ്റ്റിൽ അല്ലേ. ഓക്കെ, അത് ചോദിക്കാറുണ്ട് ആ ഇയർ കേട്ടോ. സോ ഡ്യൂറിങ് ദ
Okay. During the super cyclone, wind speeds up to 300 km per hour. Super cyclone 300 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുമോ സമയത്ത്. ദീസ് വിൻസ് കടലിലാണ് അടിക്കുന്നത്. ദിസ് വിൻസ് ഹൈ വോൾ ഓഫ് വാട്ടർ ഇൻ ടു ഷോർ ആൻഡ് ക്രിയേറ്റ് ഫ്ലഡ് എലോങ് ദ കോസ്റ്റ്. കടലിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോൾ നല്ല രീതിയിൽ സുനാമി പോലെ ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരും. അങ്ങനെ ആ ഏരിയയിലൊക്കെ ഫ്ലഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദ റീജിയൻ ഹിറ്റ് ബൈ ദ സൈക്ലോൺ mainly poor fishermen was lived in their homes. Their homes were easily destroyed. This winds and following flood. അതായത് ആ റീജിയൻസിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ സൂപ്പർ സൈക്ലോൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്തത് പുവർ ഫിഷർമെന്നെയാണ്. കാരണം അവരുടെ അടുത്താണ്, മാത്രമല്ല താച്ചഡ് വീടുകളാണ് അല്ലേ, ചെറിയ ചെറിയ കുടിലുകളാണ് അവരുടേത്. അതുകൊണ്ടാണ് ഈസിലി ഡിസ്ട്രോയിഡ് ആയത്. ഓക്കെ അല്ലേ, ഒരുപാട് ആളുകളെയും അതുപോലെ ലാർജ് നമ്പർ ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ് എല്ലാം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. എബൌട്ട് 15 million ഓഫ് പീപ്പിൾ വാസ് ലെഫ്റ്റ് ദെയർ ഹോം അല്ലേ, അവരുടെ ലെഫ്റ്റ് ഹോംലെസ് അല്ലേ. 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 15 മില്യണോളം ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു. ഒരുപാട് നാശനഷ്ടങ്ങൾ ക്രിയേറ്റ് ചെയ്തു. വാസ്റ്റ് ഏരിയാസ് ഓഫ് ഫാം ലാൻഡ് വർ ഫ്ലഡഡ് കോസ് ലോസ് ഓഫ് ക്രോപ്സ്. ഫാം ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയയിലുള്ള കൃഷിയിടങ്ങളെല്ലാം ഫ്ലഡഡ്, വെള്ളം പൊങ്ങി. ഇതെല്ലാം എന്താണ്, കൃഷി നഷ്ടപ്പെടാനും കാരണമായി. ഓക്കെ, ദ വെദർ ഓഫീസ് ഹാസ് ബ്രോഡ്കാസ്റ്റ് അബൌട്ട് ദ സൈക്ലോൺ ബിഫോർ സ്ട്രക്ക് അല്ലേ. സൈക്ലോണിക് വിൻഡ് വരുന്നതിന് മുമ്പ് കാലാവസ്ഥാ നിരീക്ഷകർ വെദർ ഫോർകാസ്റ്റിംഗ് നടത്തിയിരുന്നു, നല്ലൊരു സൈക്ലോൺ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹവർ പ്രോപ്പർ വിച്ച് എനിക്ക് കാണുന്നില്ല അവിടെ കേട്ടോ, ഞാൻ ഏകദേശം ഊഹിച്ച് പറയാണ്. പ്രോപ്പർലി ഡിഡിൻ ടേക്ക് ദ ആക്ഷൻ അല്ലേ. മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അവിടെയുള്ള ആളുകളൊക്കെ പ്രോപ്പറായിട്ട് മാറ്റാനുള്ള നടപടികളൊന്നും നടത്തിയില്ല. ആൻഡ് ഓൾസോ they not be taken to move people to safely. വേറൊരു സേഫായിട്ടുള്ള ഏരിയാസിലോട്ട് മൂവ് ചെയ്തില്ല. ആൻഡ് ഓൾസോ കിൽഡ് വർ മെനി ഓഫ് പീപ്പിൾ കിൽഡ് വർ പുവർ ഫിഷർമെൻ. പാവപ്പെട്ട ആളുകളാണ്, മീൻപിടുത്തക്കാരാണ് അതിൽ മരിച്ചത്. ഹു കുഡ് നോട്ട് ലോസ് ദെയർ ഡേയ്സ് ക്യാച്ച്. കാരണം ഒരു ദിവസം മീൻ പിടിക്കാൻ പോയിട്ടില്ലെങ്കിൽ അവർക്ക് പട്ടിണിയാവും എന്നുള്ള കാരണത്താൽ അവർ അന്നും എന്ത് ചെയ്തു, മീൻ പിടിക്കാൻ പോയി. ആൻഡ് ഗോൺ ഔട്ട് ടു ദ സീ ഇഗ്നോറിങ് ദ വാർണിംഗ്. കടലിലോട്ട് മീൻ പിടിക്കാൻ പോയി, വാർണിംഗ് എല്ലാം അവഗണിച്ച്. ഓൾസോ ഡാമേജ് ബീൻ ഫാർ ലെസ് ഇഫ് ലാർജ് സ്ട്രെച്ചസ് ഓഫ് ഒഡീഷാസ് ഫോറസ്റ്റ് ഹാഡ് നോട്ട് ബീൻ ക്ലിയർഡ്. മാത്രമല്ല ഒഡീഷയിൽ ഒരുപാട് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് എല്ലാം കൃഷിക്ക് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്തു. ആ ഫോറസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അത്ര സ്പീഡിൽ വെള്ളം ഈ കരയിലോട്ട് അടിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ വി കംപ്ലീറ്റ് ദാറ്റ് ചാപ്റ്റർ. I went with this chapter speedily. I think you understood. Again and again I am saying that if you have any doubt you can ask at any time, and also you should read 5 times each, otherwise you can't understand. And then even though you have any doubt you can ask to me through the WhatsApp. I should clear that. Okay, next day we can discuss about the question answers from this chapter. Okay, thank you.